എല്ലാവർക്കും ഫ്ലൈം ബേർഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായേക്കണ മാങ്ങിഞ്ചി വെച്ചിട്ടുള്ള 3 വിഭവങ്ങളാണ് ഇന്ന് കാണിക്കണത്. മാങ്ങിഞ്ചി അച്ചാറ്, മാങ്ങിഞ്ചി കൊണ്ടുള്ള ഇഞ്ചമ്പുളി, മാങ്ങിഞ്ചി കൊണ്ടൊരു ചമ്മന്തി. ഈ 3 ഐറ്റമാണ് ഇന്ന് കാണിക്കണേ. മാങ്ങിഞ്ചിയൊക്കെ ഇന്നാള് ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കി കാണിക്കാം. മാങ്ങിഞ്ചി കൊണ്ട് ചമ്മന്തി. മാങ്ങിഞ്ചി എന്ന് പറയുന്നത് മഞ്ഞളിൻ്റെ തന്നെ ഇനത്തിൽപ്പെട്ട ഒരു ഐറ്റമാണ്. നമ്മുടെ പറമ്പിൽ ഒരു ചെറിയ കഷ്ണം ഉണ്ടായാൽ മതി, കുറച്ച് വെള്ളമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് ആർത്ത് വന്നോളും, നല്ലോണം ഉണ്ടാവും. നമ്മൾ വളവും ചെയ്യേണ്ട, ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇത് ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. മാങ്ങിഞ്ചിയുടെ പ്രത്യേകത മാങ്ങയുടെ മണം ഉണ്ടാവും, ഇഞ്ചിയുടെ ഒരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ചമ്മന്തി കഴിക്കുമ്പോൾ ഒരു മാങ്ങയുടെ ടേസ്റ്റ് വരും, മാങ്ങ ഇട്ട ഒരു ചമ്മന്തിയുടെ ടേസ്റ്റ് വരും. അതിനാണ് ഇപ്പം ഇത് ഉണ്ടാക്കി കാണിക്കണം കേട്ടോ. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കണത് ഒരു വലിയ തേങ്ങയുടെ ഒരു പകുതി മുറിയാണ്. പിന്നെ മെയിനായിട്ടുള്ള നമ്മുടെ മാങ്ങിഞ്ചി, അതൊരു 2 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഇത് ഫുള്ള് ഇടണ്ട കേട്ടോ, അത് ഭയങ്കര എരിവാണ്. ഞാനത് കാണാൻ ഭംഗിക്ക് വെച്ചു എന്നുള്ളൂ. പിന്നെ പുളിക്കായിട്ട് നമ്മൾ ചേർക്കുന്നത് മാങ്ങയാണെങ്കിലും മാങ്ങിഞ്ചി ആണെങ്കിലും ഈ മാങ്ങയ്ക്ക് മാങ്ങയുടെ പുളി ഉണ്ടാവില്ല, അപ്പം നമ്മൾ എക്സ്ട്രാ പുളി ചേർക്കണം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഞാൻ ഇവിടെ കല്ലുപ്പാണ് എടുത്തേക്കണേ. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് അരച്ച് നമുക്ക് ചമ്മന്തി ആക്കി കൊണ്ടുവരാം. അപ്പം ആദ്യം തന്നെ നമുക്ക് നാളികേരം ഇതിലേക്ക് ഇടാം. കട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ. മാങ്ങിഞ്ചി കട്ട് ചെയ്ത് അതിലേക്ക് ഇടാം. അതുപോലെ തന്നെ ചെറിയുള്ളിയും ഒരു 3-4 എടുത്തിട്ടുണ്ട്, അതും കട്ട് ചെയ്തതിലേക്ക് ഇടാം. എരിവിന് ആവശ്യമായിട്ട് ഒരു പച്ചമുളക്. എരിവ് അധികം ഇല്ല, മണത്ത് നോക്കിയതാ, അധികം എരിവില്ല. അപ്പോൾ വേണമെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ഒരു പീസും കൂടി ചേർക്കാം. ഉപ്പ്, എല്ലാം കൂടി മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിനി അടിച്ചെടുത്തിട്ട് വരാം. മാങ്ങഞ്ചി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുമാതിരി അരഞ്ഞാൽ മതി കേട്ടോ, നല്ലോണം അരയണ്ട, ഇതുപോലെ അരഞ്ഞാൽ മതി. അങ്ങനെ നമ്മുടെ മാങ്ങിഞ്ചിയുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുത്തരി കഞ്ഞിയുടെ കൂടെ ഈ ചമ്മന്തി നല്ല ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടിയും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം. അടുത്തതായി മാങ്ങിഞ്ചി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോണത് മാങ്ങിഞ്ചിയുടെ അച്ചാറാണ്. നല്ല ടേസ്റ്റാണിത്. ഇതെങ്ങനെ ചെയ്യണേന്ന് നോക്കാം. മാങ്ങിഞ്ചി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത്, അതുപോലെ തന്നെ 2 ബൾബ് വെളുത്തുള്ളി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, പിന്നെ ഉലുവയും കായും പൊടിച്ചത്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കടുക്, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. നല്ലെണ്ണയിലാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. അതുപോലെ പുളിക്ക് ചൊറുക്കാണ് യൂസ് ചെയ്യണേ. കറിവേപ്പിലയും നമുക്ക് ആവശ്യമാണ് ഇതിന്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പം മാങ്ങിഞ്ചി നമുക്ക് അച്ചാർ ഇട്ട് തുടങ്ങാം. പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കണേ കേട്ടോ. കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. രണ്ട് 3 വറ്റൽമുളക്, ഇതിലേക്ക് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോൾ പച്ചമുളക് നമുക്ക് ചേർക്കാം. ഒരു 5-6 പച്ചമുളകാണ് ഞാൻ എടുത്തേക്കണത്. കുറച്ച് കറിവേപ്പിലയും
ഇതിനോടൊപ്പം ചേർക്കാം. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ വാടി വന്ന ഈ വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഈ മിക്സിലേക്കാണ് നമ്മൾ മാങ്ങിഞ്ചി കട്ട് ചെയ്ത് വെച്ചേക്കണത് ഇടുന്നത്. എന്നിട്ട് ഒന്ന് പതുക്കെ വാട്ടാം. കുറച്ച് ഉപ്പ് നമുക്ക് ഇപ്പം ആഡ് ചെയ്യാം കേട്ടോ. ഈ അച്ചാറിൽ ഇഞ്ചി ഇട്ടിട്ടില്ല. ഇഞ്ചിക്ക് പകരം നമ്മുടെ മാങ്ങിഞ്ചിയിൽ ഇഞ്ചിയുടെ ഫ്ലേവർ ഉള്ള കാരണം അത് മാത്രം ഞാൻ ഇട്ടിട്ടില്ല. അപ്പം എന്താണെന്ന് വിചാരിക്കണ്ട, ഇതാണ് കാരണം. മാങ്ങിഞ്ചി ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളകാണ് കൂടുതൽ ചേർക്കണത് കേട്ടോ. ഒരു 4 ടീസ്പൂണാണ് ഞാൻ ചേർത്തേക്കണത്. പിന്നെ കുറച്ച് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഉലുവയും കായവും പൊടിച്ച് വെച്ചേക്കണതാണ്. ഫ്രഷ് കായം നമ്മൾ നല്ലെണ്ണയിൽ വറുത്ത്, അതുപോലെ തന്നെ ഉലുവയും വറുത്ത് പൊടിച്ചതാണ്. അത് 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുക ആവശ്യത്തിനുള്ളത് കേട്ടോ. അതിന് ശേഷം നമുക്ക് ചൊറുക്കാണ് എടുത്ത് വെച്ചേക്കണത്. ചൊറുക്ക് ഒഴിക്കാം. ഒരു 1/2 ഗ്ലാസ്, അതായത് 1 കപ്പോളം വേണ്ടി വരും ചൊറുക്ക. ഉപ്പൊക്കെ നോക്കാം ഈ നേരത്ത്. ചൊറുക്കൊക്കെ ഒഴിച്ച് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ അച്ചാറ്, മാങ്ങിഞ്ചി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാങ്ങിഞ്ചി കൊണ്ട് ഒരു ഇഞ്ചൻ പുളിയാണ് ഉണ്ടാക്കാൻ പോണത്. എല്ലാവരും പുളി വെച്ചിട്ട് മാത്രമായിട്ടുള്ള ഇഞ്ചൻ പുളിയല്ലേ ഉണ്ടാക്കാറ്. ഇത് അതായത് ഇഞ്ചിയും പുളിയുള്ളത്. ഇത് മാങ്ങിഞ്ചി, ഇഞ്ചിക്ക് പകരം മാങ്ങിഞ്ചി ഇട്ടിട്ടുള്ള ഇഞ്ചൻപുളി. ചെറിയ പീസുകളായി കട്ട് ചെയ്ത് വെച്ചേക്കണ മാങ്ങിഞ്ചി. പിന്നെ എരിവിന് നമ്മൾ പച്ചമുളകാണ് ചേർക്കണത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നാരങ്ങയല്ല, ഒരു ഓറഞ്ചിൻ്റെ ഇത്രയും വലുപ്പത്തിലുള്ള ഒരു പുളി, അതാണ് പിഴിഞ്ഞു വെച്ചേക്കണേ. പിന്നെ മധുരത്തിന് ശർക്കര, പിന്നെ കടുക് താളിക്കാനായിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇഞ്ചൻപുളി നമ്മൾ തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്, എണ്ണയിലല്ല, വെളിച്ചെണ്ണയിൽ. ആദ്യം തന്നെ വെളിച്ചെണ്ണയിൽ നമ്മൾ ഇഞ്ചി വറുത്തെടുക്കാം. ഇഞ്ചി നമ്മൾ വറുത്ത് മാറ്റി വെച്ചു. അതിലെ എണ്ണ കുറച്ച് മാറ്റി വെച്ചിട്ട് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചമുളകും കറിവേപ്പിലയും അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക്, മഞ്ഞൾപ്പൊടി കുറച്ച് മതി, രണ്ട് ടീസ്പൂൺ മുളക് പൊടി,
അതിലേക്ക് പുളി ഒഴിക്കാം. ഇതിലേക്ക് 2 അച്ച് ശർക്കര, ഇനി വറുത്ത് വെച്ചേക്കണ നമ്മുടെ ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇടാം. ഇനി നല്ലോണം കുറച്ചധികം നേരം തീ കുറച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ ഇഞ്ചമ്പുളി മാങ്ങിഞ്ചിയുടെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു നുള്ള് ഉലുവയും കായും ഞാൻ പൊടിച്ചു തരുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഒരു ചെറിയൊരു ഫ്ലേവർ ഉണ്ടാവാനാണ്. മാങ്ങിഞ്ചി വെച്ചിട്ട് ഉണ്ടാക്കിയ 3 ഐറ്റംസാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് അച്ചാറ്, ചമ്മന്തി, ഇഞ്ചമ്പുളി. ഇത് 3ഉം കണ്ടിട്ട് എൻ്റെ വായിൽ തന്നെ നല്ല കപ്പലൊടിക്കാനുള്ള വെള്ളമുണ്ട്. അപ്പം നിങ്ങൾക്കോ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്തായാലും എല്ലാവരും മാങ്ങിഞ്ചി ലഭിക്കുന്നവരൊക്കെ ഇത് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.